എല്ലാം നമ്മുടെ സമയം കഴിഞ്ഞു പോയി കേട്ടാ. അല്ലല്ലല്ല ഒറ്റ അല്ല അത് ഒറ്റ ചോദ്യം ആ ഇത് ഈ ഒരു ചോദ്യത്തിന് മാത്രമേ മറുപടി പറയൂ. എനിക്കൊന്നും ഇന്ന് പറ്റില്ല. ഈ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി മാത്രം ഒരു ഉത്തരം പറയാ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാം, പിന്നീട് പറയാം. ഇത് ഞാൻ പറയാം. ഇവിടെ സംഭവിച്ചത് എന്താ? ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയതാണ്, കേസ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ സമവായത്തിൽ തീരണം എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ്. പക്ഷേ അതല്ലാത്ത നിലപാടുകളാണ് പല ഘട്ടങ്ങളിലായിട്ടുണ്ടായത്. സുപ്രീം കോടതിയുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പാനൽ നൽകണം. ആ പാനലിൽ നിന്ന് ഒരാളെ ഗവർണർ നിശ്ചയിക്കണം, വൈസ് ചാൻസലറായിട്ട്. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ കേസിൻ്റെ ഭാഗമായി വന്നു, പിന്നെ എൻ്റെ മുമ്പിലെത്തി. ഞാനത് പരിശോധിച്ചു, പേരുകൾ ഗവർണർക്ക് സമർപ്പിച്ചു. ഗവർണർ അതിൽ തീരുമാനമെടുത്തില്ല. അതിന് പകരം ചില പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയെ അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ അതിനോട് യോജിച്ചില്ല. സുപ്രീം കോടതി അതിൽ കുറച്ച് കർക്കശമായ നിലപാടെടുത്തു. സുപ്രീം കോടതി എന്നിട്ട് പറഞ്ഞു, ആ കർക്കശ നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇതിൽ ഗവർണറും മുഖ്യമന്ത്രിയും സമവായം ഉണ്ടാക്കേണ്ടതാണ്, അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ അത്യുന്നത കോടതിയുടെ ഒരു നിർദ്ദേശമാണ് സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. ആ പരസ്യമായ നിർദ്ദേശം വന്നപ്പോൾ ഞങ്ങളതിന് അനുകൂലമായി പ്രതികരിച്ചു. ഞാനപ്പോൾ വേറെ ചില പരിപാടികളുമായിട്ട് തിരുവനന്തപുരത്തിന് പുറത്താണ്. ഇവിടെ എനിക്ക് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും കൂടി ഗവർണറെ കാണുക, അത് ഗവർണറെ അറിയിച്ചു. ഞാൻ തന്നെ അറിയിച്ചു, ഇങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നു, അവർ വരും. അത് സമ്മതിച്ചു, പോയി കണ്ടു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ സമവായത്തിൻ്റെ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആ ശ്രമത്തിന് ആ ഘട്ടത്തിൽ അനുകൂല പ്രതികരണം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. അതിൻ്റെ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും അന്ന് യോജിപ്പുണ്ടായില്ല. അത് പിരിഞ്ഞ കാര്യം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റിനെ അറിയിക്കുമല്ലോ. അത് സുപ്രീം കോടതിയുടെ മുന്നിലേക്കും എത്തുമല്ലോ. അപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചനുസരിച്ചിട്ടുള്ള പരിശോധന ഈ കമ്മിറ്റി നടത്താനിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസം രാവിലെ 2 തവണ ഗവർണർ എന്നെ വിളിക്കുകയാണ്. ഞാൻ കുളിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ 1 തവണയല്ല 2 തവണ അദ്ദേഹം വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അപ്പം തന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, യൂണിവേഴ്സിറ്റി VC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗവർണർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞാനൊരു മുട്ടാപ്പോക്ക് നയം സ്വീകരിക്കുന്നത് ശരിയാണോ? അങ്ങനെ നയം സ്വീകരിച്ചാൽ നിങ്ങൾ തന്നെ എന്താ എന്നോട് ചോദിക്കുക, എന്താ നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നല്ലേ ചോദിക്കുക? ആരും അതല്ലേ ചോദിക്കുക. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മുൻപ് എനിക്കും പരിപാടിയുണ്ട്, ഉച്ചയ്ക്ക് ശേഷം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഒരു സമവായ നിർദ്ദേശം വെച്ചു. അത് നിർദ്ദേശം വന്നപ്പോൾ സമവായത്തിന് അദ്ദേഹം തയ്യാറാണെന്നുള്ള നിലയാണ് വന്നത്. നേരത്തെയുള്ള നിലപാടിൽ നിന്നൊരു മാറ്റമാണത്. നമ്മൾ കണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളെ ഒരു സംഘർഷ മേഖലയല്ലാത്ത സ്ഥലമായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളുണ്ട്.
പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും മാത്രമല്ല, യൂണിവേഴ്സിറ്റികളെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനെയൊരു സംഘർഷ മേഖലയല്ലാത്ത യൂണിവേഴ്സിറ്റികളെയാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റികളിലെ സംഘർഷം കുറേ കാലമായി തുടരുകയാണ്. വല്ലാത്ത അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ആ അന്തരീക്ഷം തൽക്കാലം അവസാനിപ്പിക്കാനും ഒരു ശാന്തമായ അന്തരീക്ഷം കൊണ്ടുവരാനും സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് എന്നാണ് പെട്ടെന്ന് തന്നെ ആലോചന പോയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, നമ്മളെ കയ്യിൽ നിന്ന് പോയില്ലേ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലല്ലേ. അപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റുമോ? ഞാനതൊന്ന് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് അന്വേഷിച്ച് പറയാം. അഡ്വക്കേറ്റ് ജനറലുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഗവർണറുടെ അടുത്ത് ഞാൻ വരാം. അത് സാധിക്കുന്നതാണെങ്കിൽ അത് ആലോചിക്കാം. അതിനുശേഷം എൻ്റെ പ്രതികരണം പറയാമെന്ന് പറഞ്ഞു. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ അതിൻ്റെ വശങ്ങളെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അവിടെ ഹാജരാകുന്ന, സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന പ്രധാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റാണ് ജയദീപ് ഗുപ്ത. അദ്ദേഹമായിട്ട് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. നമുക്ക് തുടർ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചുപോയി ആ സമവായ നിർദ്ദേശം അംഗീകരിച്ചു. ഇതാണ് ഉണ്ടായത്. അത് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായൊരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റികൾ ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം. അതിന് ഈ നില തന്നെ തുറന്നും സ്വീകരിച്ചു പോകണം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹവും അത് അംഗീകരിക്കുന്ന നിലയാണുണ്ടായത്. അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാം എന്ന് തന്നെ പറയുന്ന നിലയുണ്ടായി. അങ്ങനെയാണത് അവസാനിച്ചത്. ഇനി ഒരു കാര്യവും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം. ശരി.